എന്റെ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു. നാനാ ചന്ദേക്കർ പറഞ്ഞിരുന്നതിലും അധികം സന്തോഷം ഞാൻ അവിടെ അനുഭവിച്ചു. വിശപ്പും ദാഹവും ഒന്നും ഞാൻ അറിഞ്ഞില്ല. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അസാധാരണമായ ഒരു ശക്തി ലഭിച്ചു. ബാബയുടെ പാദങ്ങളെ സ്പർശിച്ച ഉടനെ എനിക്ക് ഒരു പൊതു ജീവിതത്തിന്റെ ഉണർവ് വന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ ആരെല്ലാം കാരണഭൂതരായിരുന്നുവോ അവരെല്ലാം എന്റെ സ്വന്തക്കാരായിരിക്കുന്നു. അവർക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ എന്നാൽ അസാധ്യമാണ്. അവരെ ഞാൻ മനസ്സാ ധ്യാനിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. ഞാൻ ബാബയുടെ ദർശനത്താൽ അനുഭവിച്ച അപരിതമായ അനുഭവങ്ങൾ, അന്യതാബോധം, ലൗകിക വിരക്തി എന്നിവ ഉണരുവാൻ തുടങ്ങി. പോയ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ബാബയുടെ ദർശനം സാധ്യമായതെന്നതിന് സംശയമില്ല. അങ്ങനെ ഒരു ദർശനം കിട്ടുമ്പോഴാണ് സമസ്ത ലോകവും ബാബയുടെ അംശമാണെന്ന് ബോധ്യപ്പെടുന്നത്. ചൂടായ സംസാരം. ഷിർഡിയിലെത്തിയ 1-ാമത്തെ ദിവസം ഞാനും ബാലാ സാഹിബും കൂട്ടവുമായി ജീവിതത്തിൽ ഗുരു ആവശ്യമാണോ എന്നത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തി. നമ്മുടെ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി മറ്റൊരാൾക്ക് പണയം വെക്കണം? ഞാൻ ചോദിച്ചു, നമ്മൾ നമ്മുടെ കടമകൾ നിവർത്തിക്കുമ്പോൾ എന്തിനാണ് ഗുരു? ഒരുവൻ അത്യന്തം ശ്രമിച്ചു തന്നെ സ്വതന്ത്രനായിരിക്കാൻ ശ്രമിക്കണം. അധികം സമയം ഉറങ്ങിക്കഴിയുന്ന ഒരു മടിയന് വേണ്ടി ഗുരുവിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടി ശ്രീ ബൂട്ടയോട് ഞാൻ തർക്കിച്ചു. എന്തു തന്നെ സംഭവിക്കണമോ അത് സംഭവിക്കും. എല്ലാവരും വിധിക്ക് കീഴ്പ്പെട്ടവരുമാണ്. മനുഷ്യൻ ഒന്ന് ആഗ്രഹിക്കുന്നു, ദൈവം വേറൊന്ന് നൽകുന്നു. നിങ്ങളുടെ സാമർഥ്യമോ അഹംഭാവമോ ഇവിടെ ശരിയാവുകയില്ല. ഈ ഫലനിർഫല തർക്കവാദം 1 മണിക്കൂറോളം തുടർന്നു. പക്ഷേ ഏതൊരു നിശ്ചയത്തിലും എത്തുവാൻ സാധിച്ചില്ല. ഒടുവിൽ ഞങ്ങൾ തളർന്നത് കാരണം ഈ സംസാരം അവസാനിപ്പിച്ചു. ചുരുക്കത്തിൽ എന്റെ മനഃശാന്തിയും കളഞ്ഞു. ഒടുവിൽ ഞാൻ ചിന്തിച്ചു, ഏതൊരുവനും ബലമായി ഉറച്ച മനസ്സും അഹംഭാവവും ഉണ്ടോ അവൻ തർക്കത്തിൽ ഏർപ്പെട്ടെന്നും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അഹംഭാവിക്ക് പര്യാലോചന തുണ്ടുകോലായി ഭവിക്കും. പിന്നെ ഞങ്ങൾ മസ്ജിദിലേക്കും മറ്റുള്ളവരുടെ കൂടെ ചെന്നപ്പോൾ ശ്രീ കാക്കാ സാഹിബ് ഡിക്സിറ്റിനോട് ബാബ ഇപ്രകാരം ചോദിച്ചു, സായിവാഡയിൽ എന്താണ് സംഭവിക്കുന്നത്? എന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്താണ് തർക്ക വിഷയം? എന്നിട്ടെന്താണ് ഹേമന്ത് പന്ത് പറഞ്ഞത്? ഇത് എനിക്ക് വലിയൊരു അത്ഭുതം പോലെ തോന്നി. മസ്ജിദ് സത്തോവാഡയിൽ നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഞാൻ നടത്തിയ സംഭാഷണം ബാബ ഇങ്ങനെ അറിഞ്ഞു. സായി സർവജ്ഞാനിയും അന്തരാമിയുമാണ്, സംശയമില്ല. ഞാൻ ആലോചനയിൽ മുഴുകി. എന്തുകൊണ്ടാണ് എന്നെ ബാബ ഹേമന്ത് പന്ത് എന്ന പേര് പറഞ്ഞു വിളിച്ചത്? ഈ വാക്ക് ഹേമദ്രി പന്ത് എന്ന വാക്കിൽ നിന്നുണ്ടായതാണോ? ഈ ഹേമദ്രി പന്ത് ഒരു പരമകീർത്തിമാനും മഹാദേവ്, രാമദേവ് മുതലായ ദേവഗിരി വാസികളെ പോലെ യാദവ വംശത്തിൽപ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ജ്ഞാനിയും സൽസ്വഭാവിയും പല ആത്മാത്മിക ഗ്രന്ഥങ്ങളുടെ കർത്താവുമായിരുന്നു. ചതുർവർഗ ചിന്താമണി, രാജപ്രശസ്തി എന്നീ ധാർമ്മിക ഗ്രന്ഥങ്ങൾ രചിച്ചതും ഹേമദ്രി പന്താണ്. അദ്ദേഹം പുതിയ തരം ഗണിതങ്ങളും മോഡി എന്ന മറാത്തി ചുരുക്കെഴുത്തും കണ്ടുപിടിച്ചു. ഞാനാകട്ടെ നേരെ വിപരീത ദിശയിലുള്ളവനും മൂടൻ, ഇടത്തരക്കാരൻ. ഇങ്ങനെയുള്ള എനിക്കെന്തിനാണ് ഈ പേര് തന്നതെന്ന് ദീർഘമായി ചിന്തിച്ചു. എന്റെ അഹംഭാവത്തെ അടക്കുവാൻ ബാബ ഒരമ്പ് തറച്ചതാണെന്ന് തോന്നി. ഞാൻ അടക്കമുള്ള വിനയശാലി ആകണമെന്ന് ബാബ ഉദ്ദേശിച്ചിരിക്കണം. ഒരു പക്ഷേ എന്റെ തല സാമർഥ്യത്തിന് ഒരു പ്രോത്സാഹനമായിട്ടായിരിക്കാം ഹേമദ്രി പന്ത് എന്ന എന്നെ ബാബ വിളിച്ചത്. പഴയ ചരിത്രം നോക്കുമ്പോൾ ബാബ ദാബേൽക്കറെ ഹേമന്ത് പന്ത് എന്ന് വിളിക്കുന്നതിൽ ഒരു മഹത്വത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ശക്തി അടങ്ങിയിരിക്കുന്നതായി കാണാം. കാരണം ഹേമന്ത് പന്ത് സായിസൻ സ്ഥാനത്തിന്റെ കണക്കുകളും മാനേജ്മെന്റും നന്നായി നോക്കിയിരുന്നു. മാത്രമല്ല ധാന്യം, ഭക്തി, ഉണർവ്, ജ്ഞാനം, ബുദ്ധി എന്നിവയെല്ലാം പ്രതിപാദിച്ചിട്ടുള്ള സച്ചരിതം എഴുതുവാനുള്ള ത്രാണിയും ബാബ ഹേമന്ത് പന്തിൽ കണ്ടിരുന്നുവെന്ന് പറയാം. ഗുരുവിന്റെ ആവശ്യം. ഗുരുവിന്റെ ആവശ്യകതയെക്കുറിച്ച് ബാബ പറഞ്ഞ കാര്യങ്ങൾ തത്സമയമായ കുറിപ്പുകളോ ഹേമന്ത് പന്ത് സൂക്ഷിച്ചിരുന്നില്ല. ശ്രീ ഡിക്സിറ്റ് ഈ വിവരങ്ങളും കുറിപ്പുകളും മൂലം പ്രസിദ്ധീകരിച്ചിരുന്നു. അടുത്ത ദിവസം ഹേമന്ത് പന്ത് ബാബയോട് സംസാരിച്ച ശേഷം കാക്കാ സാഹിബ് ബാബയോട് ചോദിച്ചു, ബാബ എവിടേക്ക് പോകണം? അതിനു മറുപടിയായി ബാബ മേലോട്ടെന്ന് പറഞ്ഞു. ഏതാണ് വഴി? അതിനുത്തരമായി ബാബ, അവിടേക്ക് പല വഴികളുണ്ട്. ഒരു വഴി ഇവിടെ നിന്നാണ് ഷിർദി എന്ന് പറഞ്ഞു. വഴി ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നരികൾ, സിംഹങ്ങൾ, ചെന്നായ്ക്കൾ മുതലായവ വിഹരിക്കുന്ന കാട്ടുവഴികൾ ഉണ്ടായിരിക്കും. കാക്കാ സാഹിബിനോട് ചോദിച്ചു, വഴികാട്ടിയെ ഉപയോഗപ്പെടുത്താൻ പാടില്ലേ?
ഗുരു. ബാബ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉപദ്രവമില്ല. വഴികാട്ടി നിങ്ങൾക്ക് പോകേണ്ട വഴി നേരിടേണ്ടി വരാവുന്ന നരികൾ, ചെന്നായ്ക്കൾ തുടങ്ങിയ ജന്തുക്കളെയും കുഴികൾ മുതലായവയും ഒഴിവാക്കി എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുവാൻ സഹായിക്കും. ഈ സത്കാര്യങ്ങൾ വിവരിക്കുന്ന സമയത്ത് ശ്രീ ദാബേൽക്കറും അവിടെ എത്തിയിരുന്നു. ഗുരുവിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ബാബ നൽകിയ ദൃഷ്ടാന്തമാണിതെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇതിൽ നിന്നുള്ള സൂചന കൊണ്ട് മനുഷ്യൻ ബന്ധിതനോ സ്വതന്ത്രനോ എന്ന വാഗ്വാദത്തിന്റെ നിരാർത്ഥമായ കഥ വ്യക്തമായി. ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമാണ് പരമാർത്ഥത അറിയുവാൻ സാധിക്കുന്നത്. ഇത് ഈ പുസ്തകത്തിന്റെ മൂലഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി, ആത്മബോധം ലഭിക്കാനായി വലിയ അവതാരങ്ങളെടുത്ത രാമനും കൃഷ്ണനും കൂടി അവരവരുടെ ഗുരുക്കളായ വസിഷ്ഠ സന്ദീപിനി മഹർഷിമാർക്ക് കീഴടങ്ങി അവരുടെ ഉപദേശങ്ങൾ അനുസരിക്കണമായിരുന്നു. ഈ തരത്തിലുള്ള പുണ്യങ്ങൾ ലഭിക്കുവാൻ വിശ്വാസവും ക്ഷമയും അത്യാവശ്യമാണ്. ഉദാഹരണമായി, ആത്മബോധം ലഭിക്കാനായി വലിയ അവതാരങ്ങളെടുത്ത രാമനും കൃഷ്ണനും കൂടി അവരവരുടെ ഗുരുക്കളായ വസിഷ്ഠ സന്ദീപിനി മഹർഷിമാർക്ക് കീഴടങ്ങി അവരുടെ ഉപദേശങ്ങൾ അനുസരിക്കണമായിരുന്നു. ഈ തരത്തിലുള്ള പുണ്യങ്ങൾ ലഭിക്കുവാൻ വിശ്വാസവും ക്ഷമയും അത്യാവശ്യമാണ്. ശ്രീ സായിനാഥന് നമസ്കാരം. ആമീൻ.